ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത്. നമ്മുടെ സച്ചി സത്യാവസ്ഥകളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ബീരാനിക്കയും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. പോവുക മാത്രമല്ല, മദ്യം നൽകി കഴിഞ്ഞാൽ എല്ലാ സദ്യവും പുറത്ത് വരുമെന്ന് കരുതിക്കൊണ്ട് ബീരാന് മദ്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബീരാൻ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും തന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഒന്നും തന്നെ ബീരാൻ അങ്ങ് തുറന്നു പറയുന്നില്ല അല്ലേ. അതുമാത്രമല്ല, നല്ലൊരു എട്ടിൻ്റെ പണിയും നമ്മുടെ സച്ചിക്കായിട്ട് ബീരാൻ ഒരുക്കിയിട്ടുണ്ട്. കാരണം സച്ചിയുടെ കൂടെയാണല്ലോ നമ്മുടെ സുധിയെ വിട്ടത്. അവസാനം 4 കാലിലാണ് സുധി വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ സുധി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മഹേഷ് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി എന്താ സുധി ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചിലർ അങ്ങനെയാണ്. ചിലർ മദ്യപിച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് സംസാരിക്കും, ചിലർ ഒന്നും തന്നെ സംസാരിക്കുകയില്ല. ഈ ഒന്നും തന്നെ സംസാരിക്കാത്ത കൂട്ടത്തിൽ പെട്ടതാണ് സുധി എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പൊ സുധി ഒന്നും മിണ്ടാതെ മൗനമായിട്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുധിയുടെ ഈ മൗനം അവരെ വല്ലാതെ തന്നെ പേടിപ്പിക്കുകയാണ് കേട്ടോ. അവര് എന്ത് പറ്റി സുധി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ സുധി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അവസാനം നമ്മുടെ ചന്ദ്രയ്ക്ക് സുധിയിൽ നിന്ന് മറ്റേ മദ്യത്തിന്റെ സ്മെല്ല് അടിക്കുമ്പോഴത്തേക്കും നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ശ്രുതിയോടായിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലും ശ്രുതിനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അതിനുശേഷം ശ്രുതിയും ചന്ദ്രയും നേരെ ചെല്ലുന്ന സച്ചിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയോ കുടിച്ച് നശിച്ചു, നീ എന്തിനാണ് എന്റെ മകനുകളെ നശിപ്പിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല, എല്ലാ സത്യങ്ങളും നിന്റെ ഇളയച്ചൻ അറിയാമെന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് ശ്രുതി നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ബീരാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബീരാന്റെ അടുത്തതിന് ശേഷം ശ്രുതിക്ക് എന്ത് പറ്റി, ആരാ ശ്രുതിക്ക് മദ്യം നൽകിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബീരാൻ വലിയൊരു ചതി തന്നെ ചെയ്യുന്നുണ്ട്. ബീരാൻ പറയുകയാണ്, ഞാൻ സച്ചിമോനോടായിട്ട് പറഞ്ഞതാണ് ശ്രുതിക്ക് മദ്യം നൽകരുത്, അവൻ കഴിക്കാത്തവനാണെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ എന്റെ വാക്കൊന്നും അനുസരിക്കാതെ അവൻ ശ്രുതിക്ക് മദ്യം നൽകി. ഞാൻ പലതവണ അവൻ തടയാൻ നോക്കി, പക്ഷെ അവൻ വീണ്ടും ശ്രുതിക്ക് മദ്യം നൽകി എന്നൊക്കെ ബീരാൻ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും സച്ചി വളരെ ദയനീയമായി തന്നെ ബീരാനെ നോക്കുകയാണ് കേട്ടോ. തിരിച്ചൊരു അക്ഷരം പോലും സച്ചി മിണ്ടുന്നില്ല. വേഗം തന്നെ ശ്രുതി സച്ചിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ നിനക്ക് കുടിക്കാൻ പാടില്ല, എന്തിനാ എന്റെ പാവം ശ്രുതിനെയും കൂടെ മദ്യപാനിയാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്രയും കണക്കിന് തന്നെ നമ്മുടെ സച്ചിയെ വഴക്കുറയാട്ട്. ഈ ഒരു കാഴ്ച കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അച്ചാമ്മ വരുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ്, കണ്ടില്ലമ്മേ, നിങ്ങളുടെ വളർത്തുമകനോ വെള്ളടിച്ച് വെളിവിലാ നടക്കുന്നവനാണ്, അവൻ എന്റെ മകനെ കൂടി ഇതേ ആ ഒരു അവസ്ഥയിലേക്കാക്കി, അവൻ ഇവന് മദ്യം നൽകിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പ്രത്യേകിച്ച് ഒന്നും തന്നെ എതിർത്ത് പറഞ്ഞില്ല. ആ സമയത്ത് അച്ഛമ്മ സച്ചിയുടെ ഷോൾഡറിലേക്കൊക്കെ തല്ലുന്നുണ്ട്. നീ എന്തിനാണ് അവനെ നശിപ്പിക്കാനായിട്ട് കൊണ്ടുപോയത്, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇനി കഴിക്കരുതെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മയും സച്ചിനെ വഴക്ക് പറയാൻ കേട്ടോ. അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴത്തേക്കും സച്ചിക്ക് അത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. പക്ഷെ നമ്മുടെ രേവതിക്ക് സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. രേവതി കാര്യങ്ങൾ തിരക്കുന്നുണ്ടെങ്കിൽ സച്ചി അതിന് മറുപടി ഒന്നും പറയുന്നില്ല. കാരണം പ്രതീക്ഷിക്കാത്തൊരു അടിയാണ് നമ്മുടെ സച്ചിക്ക് കിട്ടിയത്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം മഹേഷ് സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് സച്ചി എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചത്, നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ സുധിയുടെ ഇളയച്ചനാണ് സുധിക്ക് മദ്യം നൽകിയെന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ആ ഒരു സത്യം ഞാനോ നീയോ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, നമുക്ക് വേണ്ട തെളിവുകളാണ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് യാദൃശ്ചികമായി തന്നെ ശ്രുതി അതിലെ പോവുകയാണ്. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചിയല്ല ശ്രുതിക്ക് മദ്യം നൽകിയത് ബീരാനാണെന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.